മറക്കണ്ട, 21-ാം വയസ്സിൽ ലൈഫ് സെറ്റ്. ഇപ്പോൾ 21-ാം വയസ്സിൽ ലൈഫ് സെറ്റിലാക്കാം, അല്ലെങ്കിൽ 21-ാം വയസ്സിൽ CA ACCA നേടാം തുടങ്ങിയ പല സ്ലോഗനുകളും ഇങ്ങനെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? 21 വയസ്സിലൊരു കുട്ടിയുടെ ലൈഫ് സെറ്റാകുകയോ, നിങ്ങളെന്തായി പറയുന്നത്? വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലൈഫ് സെറ്റാക്കിയാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് കാര്യമുള്ളൂ. ലൈഫ് സെറ്റാവാനുള്ള ഒരു വഴികളെ ഈ കുട്ടികൾക്ക് കരിയറായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റിയ സ്ട്രീമുകൾ എന്തൊക്കെയാണ്? കോമേഴ്സ് ഇസ് ദ ഫ്യൂച്ചർ. പല കുട്ടികളുടെയും ലൈഫിൽ അവർ സക്സസ് ആവാത്തതിൻ്റെ പ്രധാന കാരണം +2-ന് ശേഷം അവർ തെറ്റായിട്ടൊരു കരിയർ ഡിസിഷൻ എടുത്തു എന്നുള്ളതാണ്. ഒറ്റ വർഷം ലൈഫ് സെറ്റ്. ഏത് കോഴ്സുകൾ എടുക്കുകയാണെങ്കിലും നിങ്ങൾ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൺസിഡർ ചെയ്യണമെന്ന് നമ്മൾ പറയും. കോഴ്സുകളൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പ്ലേസ്മെന്റ് സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച വിദ്യാർത്ഥി 99% പ്ലേസ്ഡ് ആവും എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ഉറപ്പ്. ഇന്ത്യയിലെ മിടുക്കന്മാരും മിടുക്കികളും കോമേഴ്സ് ചൂസ് ചെയ്യുന്ന അവസ്ഥ, അതാണ് ലക്ഷ്യ സ്വപ്നം കണ്ടത്. സയൻസ് പഠിച്ച കുട്ടികൾക്കാണെങ്കിലും ഈവൻ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്കാണെങ്കിലും കൊമേഴ്സ് മേഖല അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. ഇത് പക്ഷെ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളെ പോലെ ഹൈലി എക്സ്പെൻസീവ് ഒന്നും അല്ലല്ലോ, സിംപ്ലി അഫോർഡബിൾ. ഇങ്ങനെയുള്ള ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ ഒരു പ്രധാന പ്രശ്നം ഇത് സോഷ്യൽ മീഡിയയിൽ ഓഡിറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഓഡിറ്റുകളോട് ലക്ഷ്യം എങ്ങനെ പ്രതികരിക്കുന്നു? ഒരു ക്യാമ്പയിനും ഇതുവരെ നമ്മൾ പിൻവലിച്ചിട്ടില്ല. ലേൺ ഇറ്റ് അഫോർഡബിളി. ലക്ഷ്യം ഒരു നോർമൽ കോച്ചിങ് സെന്റർ അല്ല, ലക്ഷ്യം ഒരു പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കോമേഴ്സ് ഇൻഡസ്ട്രിയുടെ ഉന്നമനത്തിനായുള്ള ഈ ഉദ്യമത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യയുടെ കൂടെ ഇനി മുതൽ ഞാനും ഉണ്ടാകും. ദ ഫ്യൂച്ചർ ഓഫ് കോമേഴ്സ്, IIC ലക്ഷ്യ. ഒന്നര പതിറ്റാണ്ട് മുമ്പ് കൊമേഴ്സ് വിദ്യാഭ്യാസത്തിന്റെ സാധ്യത ബോധ്യപ്പെടുത്താൻ സ്കൂളുകൾ കയറിയിറങ്ങേണ്ടി വന്ന 21-കാരൻ 2 കുട്ടികളുമായി അന്ന് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനം പിന്നീടുള്ള 15 കൊല്ലം കൊണ്ട് സൃഷ്ടിച്ചത് 1.5 ലക്ഷത്തിന്റെ ശിഷ്യസമ്പത്ത്. ഇന്റർനാഷണൽ ക്യാമ്പസുകളുമായി രാജ്യവും കടന്ന് മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും വേരൂന്നാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യയുടെ സ്ഥാപകൻ MD ഓർവെൽ ലയണൽ. ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. ആ സമയത്ത് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുന്നു എന്നൊരൊറ്റ തീരുമാനമാണ് ഒരുപക്ഷെ ആ കുട്ടിയുടെ കരിയറിനെ തന്നെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് കുട്ടികൾ എന്തൊക്കെയാണ് ആലോചിക്കേണ്ടത്? വളരെ വളരെ നല്ലൊരു ഒരു ഡിസ്കഷനാണ് ഈ ഒരു കാര്യത്തെപ്പറ്റി. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പല കുട്ടികളുടെയും ലൈഫിൽ അവർ സക്സസ് ആവാത്തതിൻ്റെ പ്രധാന കാരണം +2-ന് ശേഷം അവർ തെറ്റായിട്ടൊരു കരിയർ ഡിസിഷൻ എടുത്തു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഒരു സിറ്റുവേഷൻ നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ മെജോറിറ്റി പാരൻസും സ്റ്റുഡൻസും +2-ന് ശേഷം അത്ര വലിയ രീതിയിൽ റിസർച്ച് നടത്തി ആലോചിച്ചൊന്നുമല്ല ഒരു ഡിസിഷൻ എടുക്കുന്നത്. പരമ്പരാഗതമായ രീതി പിന്തുടരുന്ന ആൾക്കാരാണ് മെജോറിറ്റി ആൾക്കാരും. പ്രൊഫഷണൽ കോഴ്സിന് പോകുന്ന ഒരു പറ്റം വിദ്യാർത്ഥികളുണ്ട്. ഒരുപാട് ആളുകൾ പോകുന്നത് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾക്ക് പോകുന്നു. അതിനുശേഷം അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങുന്ന അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങുന്ന പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളിൽ എത്ര കുട്ടികൾ സക്സസ്ഫുള്ളി പ്ലേസ്ഡ് ആവുന്നു? അവർ ഒരു ഹയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ചൂസ് ചെയ്യുന്ന സമയത്ത് അവർ പ്രധാനമായും കൺസിഡർ ചെയ്യേണ്ട ഫാക്ടറുകൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. നമ്മളെപ്പോഴും കുട്ടികളോട് പറയാറുള്ള അല്ലെങ്കിൽ ലക്ഷ്യ അവയർനെസ് ചെയ്യുന്ന സമയത്തൊക്കെ കുട്ടികളോട് പറയാറുള്ളൊരു കാര്യം, നിങ്ങൾ ഏത് മേഖല ചൂസ് ചെയ്യുവാണെങ്കിലും, ഏത് പ്രൊഫഷണൽ കോഴ്സുകളോ അല്ലെങ്കിൽ ഇനി ഏത് കോഴ്സുകൾ എടുക്കുകയാണെങ്കിലും നിങ്ങൾ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൺസിഡർ ചെയ്യണമെന്ന് നമ്മൾ പറയും. അതിൽ ഫസ്റ്റത്തെ കാര്യം സ്കോപ്പാണ്. കാരണം നമുക്കറിയാം, നമ്മളൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു മേഖല തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു 40 വർഷത്തെ കാലത്തെ ജീവിതത്തിൽ വളരെ നിർണായകമായൊരു പങ്ക് വഹിക്കാൻ പോകുന്നൊരു കാര്യമാണത്. അപ്പോൾ സ്കോപ്പില്ലാത്ത, ഷോർട്ട് ടൈം സ്കോപ്പുള്ള അല്ലെങ്കിൽ വളരെ ചെറിയ കാലഘട്ടത്തിലേക്ക് മാത്രം നിലനിൽക്കുന്ന ഒരു മേഖല നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ പ്രതികൂലമായ രീതിയിൽ നമ്മുടെ പ്രൊഫഷനെ ബാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻകം പൊട്ടൻഷ്യലാണ്, സാലറി എന്ന് പറയും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ ഒരു മാസം ജീവിക്കാൻ എത്ര ചിലവ് വേണം എന്നുള്ളത് ഏകദേശം ഒരു ധാരണ നമുക്കുണ്ട്. പല കുട്ടികളും ഇന്ന് ജോലിക്ക് കയറുന്നത് 12,000, 15,000, 20,000 രൂപയൊക്കെ സാലറിക്കാണ്. പക്ഷെ അതിനുശേഷം ഒരു 30 വയസ്സാകുമ്പം പോലും വലിയൊരു ഗ്രോത്ത് അവരുടെ സാലറിയിലോ അല്ലെങ്കിൽ അവരുടെ പൊസിഷനിലൊന്നും അവർക്ക് ഉണ്ടാവുന്നില്ല. അപ്പോൾ നല്ല സാലറി കിട്ടുന്ന, സ്റ്റാർട്ടിങ് സാലറി കിട്ടുന്ന
കോഴ്സ് മാത്രമേ നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നമ്മൾ രണ്ടാമത് പറയുന്നത്. മൂന്നാമത്തെ കാര്യം പ്രൊഫഷണൽ ഡിഗ്നിറ്റിയാണ്. കാരണം പ്രൊഫഷണൽ ഡിഗ്നിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം സൊസൈറ്റീൻ്റെ മുമ്പിലൊരു വാല്യൂ ഉണ്ടാവണം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നാട്ടുകാർ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ആണ് മെജോറിറ്റി ആൾക്കാരും വാല്യൂ കൂടുതലുള്ള കോഴ്സ് MBBS പോലുള്ള കോഴ്സിനൊക്കെ പോവാറ്. അപ്പോൾ പ്രൊഫഷണൽ ഡിഗ്നിറ്റി കൺസിഡർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റഡി കോസ്റ്റാണ്. സ്റ്റഡി കോസ്റ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ എൻ്റെ വീട്ടിൽ 3 കുട്ടികളുണ്ടെങ്കിൽ മൂത്ത കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വീട് പണയം വെക്കുന്നു. വലിയൊരു തുക ഞാൻ കുട്ടിയുടെ കോഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. പ്രോപ്പർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാത്ത ഒരു കോഴ്സാണെങ്കിൽ ഏകദേശം ആ കുട്ടിയുടെ കാര്യവും അതുപോലെ ആ ഫാമിലിയുടെ കാര്യവും കഷ്ടത്തിലാവുന്നുള്ള കാര്യം തീർച്ച. സ്റ്റഡി കോസ്റ്റ് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ പറയാറുള്ളത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് കോഴ്സിൻ്റെ ഡ്യൂറേഷനാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലൈഫ് സെറ്റാക്കിയാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് കാര്യമുള്ളൂ. നമ്മളിന്ന് നോക്കുവാണെങ്കിൽ ചെറിയ പ്രായത്തിൽ നല്ല സാലറിയുള്ള ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ ഒരു കമ്പനി തുടങ്ങി സക്സസ് ആവുന്നു. ആ ഒരു ട്രെൻഡിലേക്കാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 17-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 18-ാമത്തെ വയസ്സിൽ ഒരു കുട്ടി +2 കഴിഞ്ഞതിന് ശേഷം, കാരണം KG ഉൾപ്പെടെ 14-15 വർഷം പഠിച്ചിട്ടാണ് ആ കുട്ടി 17 വയസ്സ് വരെ അല്ലെങ്കിൽ 18 വയസ്സ് വരെ എത്തുന്നത്. അതിനുശേഷം വീണ്ടും ഒരു 12 അല്ലെങ്കിൽ 14 വർഷം പഠനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. ഒരു 3 അല്ലെങ്കിൽ 4 വർഷം പഠിച്ച് നല്ല സാലറിയുള്ള ഒരു ജോലിക്ക് കയറുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഈ 5 കാര്യങ്ങൾ മാൻഡേറ്ററി ആയിട്ടും ഒരു കുട്ടി കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ഏത് പ്രൊഫഷനും ചൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. കൊമേഴ്സ് എഡ്യൂക്കേഷനിലേക്ക് വരാണെങ്കിൽ അതിന്റെ സ്കോപ്പ് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതെ. അപ്പം MBBS പഠിക്കാൻ അല്ലെങ്കിൽ സയൻസ് ഗ്രൂപ്പ് എടുത്തവർ തന്നെ കൊമേഴ്സിലേക്ക് വരുന്ന കാലമാണ്. അതെ. അപ്പോൾ ഇന്നത്തെ കാലത്ത് പരമ്പരാഗതമായിട്ടൊരു BCom എടുക്കുക എന്നതിനേക്കാൾ ഉപരി ഈ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡും അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ ആസ്പിറേഷൻ ഇതൊക്കെ എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ കൊമേഴ്സ് ഇൻഡസ്ട്രി തന്നെ അല്ലെങ്കിൽ ഫിനാൻസ് സെക്ടർ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മേഖലയിൽ വന്നിരിക്കുന്ന മാറ്റം വളരെ വലുതാണ്. കാരണം മുന്നേയൊക്കെ അതായത് വലിയ കമ്പനികളെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ മെജോറിറ്റി ബിസിനസ്സുകളുടെയും ലാഭനഷ്ട കണക്കുകൾ മാത്രം കൈകാര്യം ചെയ്യുന്നൊരു മേഖലയായി ചുരുങ്ങി നിന്നിരുന്നൊരു മേഖലയാണ് ഈ ഫിനാൻസ് അല്ലെങ്കിൽ ഈ കൊമേഴ്സ് മേഖല. ഇപ്പം അതിനേക്കാളപ്പുറത്തേക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് ഈ മേഖല വളർന്നു കഴിഞ്ഞു. അതായത് ഒരു 10 വർഷം കഴിഞ്ഞാൽ ഒരു കമ്പനി എങ്ങനെ ആവണം, അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കുന്നത് പോലും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് പല കമ്പനിയുടെയും. അപ്പം അത്ര ഒരു ഒരു വലിയ മാറ്റം ഈ മേഖലയിൽ സംഭവിച്ചു. ഈ മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ BCom പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു BBA പഠിക്കുന്നു, MCom പഠിക്കുന്നു, MBA പഠിക്കുന്നു, ഒരു ജോലിക്ക് കയറുന്നു എന്നതാണ് കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ മുമ്പിലുണ്ടായിരുന്ന ഓപ്ഷൻ. പിന്നെ ഇന്ത്യൻ CA അവർ കൺസിഡർ ചെയ്തിരുന്നു. പക്ഷേ ഇന്ത്യൻ CA പാസ്സാകാത്തൊരു കോഴ്സാണെന്നും അല്ലെങ്കിൽ വളരെ ടഫാണെന്നും BCom കഴിഞ്ഞതിന് ശേഷം വളരെ കുറച്ച് കുട്ടികൾ മാത്രം ഓപ്റ്റ് ചെയ്യുന്നൊരു പ്രോഗ്രാമായിട്ടാണ് CA ഇത്ര കാലം ഉണ്ടായിരുന്നത്. കാരണം ഒരുപാട് മിത്തുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CA മാത്രമല്ല, ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകൾ കേരളത്തിൽ തന്നെ നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ ഓപ്പണാണ്. അതായത് ഇപ്പോൾ ഇന്ത്യൻ പ്രൊഫഷണൽ കോഴ്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ CA, CMA India, CS പോലുള്ള കോഴ്സുകൾ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. ഇൻ്റർനാഷണൽ പ്രൊഫഷണൽ കോഴ്സുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ACCA, CMA USA, CPA പോലുള്ള പ്രോഗ്രാമുകൾ കുട്ടികളുടെ മുമ്പിൽ അവൈലബിൾ ആണ്. ഇതിനോടൊപ്പം തന്നെ BCom കൂടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടും അല്ലാതെയും കുട്ടികൾ പഠിക്കുന്നൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഇത്ര ഡിമാൻഡ് ഉള്ളത്, അല്ലെങ്കിൽ ആളുകൾ കൂടുതലായിട്ടും ഇത് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സാലറി പൊട്ടൻഷ്യലാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്കോപ്പാണ്, ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയാണ്. കാരണം എന്ത് മാറ്റം ഇൻഡസ്ട്രിയിൽ വന്നാലും അതിനനുസരിച്ച് ഈ മേഖല മാറുന്നുണ്ട്. കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽസിന് അതിനനുസരിച്ച് മാറാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ അവൈലബിൾ ആണ്. സയൻസ് പഠിച്ച കുട്ടികൾക്കാണെങ്കിലും ഈവൻ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്കാണെങ്കിലും കൊമേഴ്സ് മേഖല അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു മേഖലയിലേക്ക് ഈ പറഞ്ഞ നിരവധിയായിട്ടുള്ള കോഴ്സുകൾ ഏതെങ്കിലും ഒന്ന് എടുത്തു, കുട്ടി പാസ്സായി, അതിനുശേഷം വിപണിയിലോട്ട് വരുമ്പോൾ ഈ കുട്ടികൾക്ക് കരിയറായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റിയ സ്ട്രീമുകൾ എന്തൊക്കെയാണ്? ഇപ്പം കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ, നമുക്ക് CA എക്സാമ്പിളായിട്ട് എടുക്കാം. ആ കുട്ടി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മുമ്പിൽ വലിയൊരു സ്പെക്ട്രമാണ് ഓപ്പൺ ആവുന്നത്. ഇപ്പം ട്രഡീഷണലി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ CA ഫേമുകൾ കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാ കമ്പനികളും നമ്മുടെ നാട്ടിൽ ടാക്സ് അടയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ടാക്സ് അടയ്ക്കുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റുകൾ നിർബന്ധമായ കമ്പനികളുണ്ട്. അപ്പോൾ ഇത് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ
ആണ് കൂടുതലും ഒരു CA ഫേം ചെയ്യാറ്. മറ്റു വർക്കുകൾ അവർ ചെയ്യാറുണ്ട്. ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർ ചെയ്യാറ്. ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ഡീൽ ചെയ്യുന്നുണ്ട്. ഇവർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ ബാങ്കിൽ നോക്കുവാണെങ്കിൽ അവർക്ക് ബാങ്കിങ് സെക്ടറിൽ അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവരുടെ മുമ്പിലുണ്ട്. കൺസൾട്ടൻസി മേഖലകളിൽ അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മേഖലകളിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് പാസ്സാവുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് ഇപ്പം ഞാനൊരു MBBS പ്രോഗ്രാമുമായിട്ട് നമുക്കിതിനെ കമ്പയർ ചെയ്ത് സംസാരിക്കാം. ഇപ്പോൾ MBBS കഴിഞ്ഞ ഒരാൾ അതിനുശേഷം അയാൾ PG MBBS കഴിഞ്ഞതിന് ശേഷം അയാൾ ഒരു സ്പെഷ്യലൈസേഷനിലേക്ക് പോകും. ഇപ്പോൾ MBBS കഴിഞ്ഞതിന് ശേഷം അവർ മെഡിസിൻ എടുക്കാം, അല്ലെങ്കിൽ അവർ ഗൈനക്കോളജി എടുക്കാം, അല്ലെങ്കിൽ അവർ പീഡിയാട്രീഷ്യൻ ആവാം, അല്ലെങ്കിൽ റേഡിയോളജിസ്റ്റ് ആവാം. അതിനുശേഷം ഒരു സ്പെസിഫിക് മേഖലയിൽ മാത്രമാണ് അവർ വർക്ക് ചെയ്യുന്നത്. നാളെ അവർക്ക് അവിടെ ഒരു ഷിഫ്റ്റ് വേണമെന്ന് അവർ വിചാരിച്ചാൽ പോലും അവർക്കത് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ച് അയാൾ ഓഡിറ്റിംഗ് പഠിക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നുണ്ട്, അയാൾ ടാക്സ് പഠിക്കുന്നുണ്ട്, അയാൾ ലോ അയാൾ പഠിക്കുന്നുണ്ട്. നിരവധി ഫിനാൻസ് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ അയാൾ ഈ കോഴ്സിനോടൊപ്പം തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓഡിറ്റിംഗ് നാളെ അയാൾക്ക് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹി ക്യാൻ ഷിഫ്റ്റ് ടു ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അല്ലെങ്കിൽ അയാൾക്ക് ടാക്സേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അയാൾക്ക് സ്ട്രാറ്റജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അയാൾക്ക് ഒരു കൺസൾട്ടൻ്റായിട്ട് മാറാം, അല്ലെങ്കിൽ അയാൾക്ക് ഒരു ബിസിനസ് തുടങ്ങാം. അപ്പം നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഇവരുടെ മുമ്പിൽ അവൈലബിൾ ആണ്, നിരവധി റോളുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു വൈഡ് സ്പെക്ട്രമാണ്. അപ്പോൾ എംപ്ലോയ്മെൻ്റ് എടുക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും. സ്വന്തമായിട്ട് കൺസൾട്ടൻസി അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഫേം തുടങ്ങുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ്. സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരും ഇതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കോഴ്സുകളുണ്ടെന്ന് പറഞ്ഞു, പല സ്ട്രീമിലേക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ACC പോലുള്ള കോഴ്സുകൾ കൊടുക്കുന്ന നിരവധി ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യത്ത് വേറെയുണ്ട്. അതെ. പക്ഷെ അവരെക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ളൊരു പ്രൂവൺ സക്സസ് റേറ്റ് ഉണ്ട് ലക്ഷ്യക്ക് എന്നാണ് ലക്ഷ്യയുടെ പരസ്യങ്ങളൊക്കെ പറയുന്നത്. അതെ. അപ്പോൾ അങ്ങനെ ഒരു പ്രൂവൺ സക്സസ് റേറ്റ് ഉണ്ടാക്കാൻ എന്താണ് നിങ്ങൾ ബോധപൂർവം ചെയ്യുന്നത്? ലക്ഷ്യ വ്യത്യസ്തമാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്യയുടെ സിസ്റ്റമാണ്. ലക്ഷ്യ ഒരു നോർമൽ കോച്ചിങ് സെൻ്റർ അല്ല, ലക്ഷ്യ ഒരു പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ലക്ഷ്യ തുടങ്ങിയിട്ട് 15 വർഷമായി. അപ്പോൾ 15 വർഷം കൊണ്ട് ലക്ഷ്യ ആർജിച്ചെടുത്ത ഒരുപാട് എക്സ്പീരിയൻസിൽ നിന്നുമാണ് ഇന്ന് കാണുന്ന ലക്ഷ്യ. അതായത് നമ്മളിപ്പോൾ കാണുന്നത് എന്താണ്, ഒരു കുട്ടി അഡ്മിഷൻ എടുക്കുന്നു, ആ കുട്ടി ക്ലാസ്സിൽ വരുന്നു, പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, ആ കുട്ടി പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് നോർമലി നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ സിസ്റ്റത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെയല്ല. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴാണ് ഒരു കുട്ടിക്ക് കൺസിസ്റ്റൻ്റായ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അതിൽ ഫാക്കൽറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, സപ്പോർട്ട് സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ മെറ്റീരിയൽസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, കുട്ടിക്ക് കൊടുക്കുന്ന മറ്റ് വാല്യൂ അഡീഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു കുട്ടി ലക്ഷ്യയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ച് പാസ്സായി ആ കുട്ടി ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആകുന്നത് വരെ നമ്മൾ ആ കുട്ടിയുടെ കാര്യത്തിൽ അക്കൗണ്ടബിൾ ആണ്. അപ്പോൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും ലക്ഷ്യ വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ക്ലാസ്സുകളുടെ കാര്യം എടുക്കാം. അപ്പം ഇവിടെ പ്രൊഫഷണൽസ് ആണ്, അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് അല്ലെങ്കിൽ ACCA കംപ്ലീറ്റ് ചെയ്ത അഫിലിയേറ്റ്സ് ആണ് കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്. അല്ലെങ്കിൽ CMA ആണെങ്കിൽ CMA കംപ്ലീറ്റ് ചെയ്ത കോസ്റ്റ് അക്കൗണ്ടൻസ് ആണ് അവർക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ മറ്റ് മേഖല നോക്കുകയാണെങ്കിൽ ഒരു പ്രോപ്പർ ടീച്ചിങ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഒരു വ്യക്തമായ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടാണ് ഒരു കോളേജിൽ ഒരു സ്ഥാപനത്തിൽ ഒരാൾ പഠിപ്പിക്കാൻ കയറുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മാനദണ്ഡമില്ല. ഞാനിപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെങ്കിൽ എനിക്ക് പോയിട്ടൊരു CA ക്ലാസ് എടുക്കാം. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റിംഗ് നടക്കുന്നില്ല. ലക്ഷ്യയിൽ എന്താണെന്ന് പറഞ്ഞാൽ ലക്ഷ്യയുടെ ഒരു ഫാക്കൽറ്റി ട്രെയിനിങ് അക്കാദമിയിലൂടെ ഫാക്കൽറ്റീസിനെ പ്രോപ്പർലി നമ്മൾ ട്രെയിൻ ചെയ്ത് അവരെ സർട്ടിഫൈ ചെയ്ത് അവരുടെ ക്ലാസ്സിന് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്തിട്ടാണ് അവരെ നമ്മൾ ക്ലാസ്സിലേക്ക് അയക്കുന്നത്. ക്ലാസ്സിലേക്ക് അയച്ചു കഴിഞ്ഞാലും പ്രോപ്പറായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് മെക്കാനിസത്തിലൂടെ ഈ ഫാക്കൽറ്റി കടന്നു പോകും. ഇതുപോലെയാണ് എല്ലാ ക്ലാസ്സുകളും. അപ്പോൾ കുട്ടിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റ് സ്ഥലങ്ങളിൽ, മെജോറിറ്റി സ്ഥലങ്ങളിൽ നടക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികൾ വരുന്നു, ഫാക്കൽറ്റി ക്ലാസ് എടുക്കുന്നു, എല്ലാ സബ്ജക്റ്റുകളിലും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റൂല. പിന്നെ കുട്ടിയുടെ അസസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതായത് അറ്റൻഡൻസ്, വീക്ക്ലി നടക്കുന്ന എക്സാമുകൾ, അവരുടെ സ്റ്റഡി മെറ്റീരിയൽ, ഇങ്ങനത്തെ കാര്യത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അതായത് അക്കാദമിക് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഈ അക്കാദമിക് കോർഡിനേറ്റേഴ്സാണ് ഒരു ക്ലാസ്സിൻ്റെ കംപ്ലീറ്റ്ലി ഇൻചാർജ്. അവരാണ് കുട്ടികളുടെ അറ്റൻഡൻസ്, പാരൻസുമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കോർഡിനേഷൻ അവരാണ് നടത്തുക. കുട്ടികളുടെ ഏതെങ്കിലും മേഖലയിൽ അവർ മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മെൻറ്റേഴ്സ് ഉണ്ടാവും. കുട്ടികളെ ഇൻഡിവിജ്വലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ലക്ഷ്യയുടെ കോർപ്പറേറ്റ് സ്ട്രക്ചർ ഉണ്ട്, അതിലെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ട്, ഒരു അക്കാദമിക് റിസർച്ച് ടീമുണ്ട്,
ഇവരാണ് മെറ്റീരിയലുകൾ ഡിസൈൻ ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മുന്നത്തെ എക്സാമുകളെല്ലാം അനലൈസ് ചെയ്ത് സയൻറ്റിഫിക്കായ രീതിയിൽ മെറ്റീരിയൽ ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഇന്നൊരു കുട്ടി അങ്ങനെ വലിയൊരു സാലറിയിൽ പ്ലേസ്ഡ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രൊഫഷണൽ കോഴ്സിൽ അവരെല്ലാം പഠിക്കുന്നുണ്ടെങ്കിലും ഒരു കമ്പനിയിൽ എംപ്ലോയബിൾ ആവണമെങ്കിൽ, പ്ലേസ്ഡ് ആവണമെങ്കിൽ അവർ അതിൻ്റെ കൂടെ ആർജിച്ചെടുക്കേണ്ട ഒരുപാട് അതർ കേപ്പബിലിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ സ്കില്ല് അല്ലെങ്കിൽ ഒരു CV റൈറ്റിംഗ് സ്കില്ല് മുതൽ മൈക്രോസോഫ്റ്റ് എക്സലിലുള്ള അവരുടെ സ്കില്ല്, മറ്റുള്ള സോഫ്റ്റ്വെയറുകളിൽ അവരുടെ സ്കില്ല്, പ്രാക്ടിക്കൽ നോളജ്, ഇതൊക്കെ തികച്ചും ഫ്രീ ആയി വാല്യൂ അഡിഷൻ പ്രോഗ്രാമുകൾ എന്ന നിലയിൽ നമ്മൾ ലക്ഷ്യയിലെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അക്കാദമിക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത 20ഓളം ഡിപ്പാർട്ട്മെൻറ്റുകൾ ലക്ഷ്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 1500 പേരടങ്ങുന്ന വലിയൊരു ടീമാണ് ലക്ഷ്യയുടെ പുറകിൽ. അതിൽ 700ഓളം പ്രോഗ്രാം എക്സ്പേർട്ടുകൾ തന്നെയുണ്ട്. ഇപ്പോൾ ലക്ഷ്യയുടെ ഒരു ക്യാമ്പസും അവിടെയുള്ള ഫ്രണ്ട് എൻഡിലുള്ള ആൾക്കാരെ മാത്രമേ പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പം കാണുന്നുള്ളതെങ്കിലും ഇറ്റ്സ് എ പ്രൊഫഷണൽ സിസ്റ്റം. ഇന്നിപ്പം IIT ആണെങ്കിലും IIM ആണെങ്കിലും ഇപ്പം മാനേജ്മെൻറ്റ് മേഖലയിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി മേഖലയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നൊരു ക്വാളിറ്റിയുടെ ഒപ്പം എത്താനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് നമ്മൾ ഇതിനെ സ്ട്രക്ചർ ചെയ്തിട്ട് ഒരു പ്രൊഫഷണൽ സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പ്ലേസ്മെന്റ് സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? ഇപ്പം പ്ലേസ്മെന്റ് കിട്ടിയെന്നായിരിക്കട്ടെ, അതിൽ സാലറിയുടെ ഒക്കെ ഒരു ലെവൽ എങ്ങനെയാണ്? പ്ലേസ്മെൻ്റ് എന്ന് നമ്മൾ പറയുമ്പം നമ്മൾ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റുള്ള മേഖലകളുമായിട്ടാണ്. അതായത് ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച വിദ്യാർത്ഥി 99% പ്ലേസ്ഡ് ആവും എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ഉറപ്പ്. കാരണം ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്, സ്കോപ്പ് കൂടുതലാണ്. ഇപ്പോൾ ഒരു കോഴ്സ് പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കുട്ടി പ്ലേസ്ഡ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ കുട്ടിക്ക് ലക്ഷ്യയിൽ ഒരു കുട്ടി പ്ലേസ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്യയിലൊരു പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ കാരണം പലപ്പോഴും ജോലിയുടെ അവൈലബിലിറ്റി ഇല്ലായ്മയല്ല ഒരാൾക്ക് ജോലി കിട്ടാത്തത്, റൈറ്റ് ജോലി എവിടെയുണ്ടെന്ന് അയാൾക്ക് കണ്ടെത്താൻ പറ്റാത്തതാണ്. അപ്പോൾ നമ്മുടെ പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ കമ്പനികളുമായിട്ടും കണ്ടിന്യൂസ്ലി കോൺസ്റ്റൻ്റായിട്ട് കോൺടാക്ട് ചെയ്ത് ജോബ് റിക്വയർമെൻ്റ് എടുത്ത് നമ്മളെ പ്ലേസ്മെൻറ്റ് പോർട്ടൽസ് വഴി കുട്ടികളുടെ റിക്വയർമെൻറ്റ് ശേഖരിച്ച് അവർക്ക് പ്രോപ്പർലി ട്രെയിനിങ് കൊടുത്ത് അവർക്ക് നമ്മൾ ഇൻ്റർവ്യൂസ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. 2-3 വർഷം വരെയൊക്കെ കുട്ടികൾ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക്കലി പ്ലേസ്ഡ് ആവുമായിരുന്നു. നമുക്കൊരു പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൂടെ അത് ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ കുട്ടികളുടെ എണ്ണം കൂടിയപ്പം അല്ലെങ്കിൽ ഈ മേഖല വളർന്നപ്പം നമ്മളതിന് പ്രോപ്പർലി ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് ആ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ പ്ലേസ്മെൻറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് സാലറി പറയുവാണെങ്കിൽ ഇപ്പോൾ ഇതിൽ പലപ്പോഴും ആൾക്കാർ സ്റ്റാർട്ടിംഗ് സാലറി എന്നുള്ളൊരു കാര്യത്തിൽ സ്റ്റക്കാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊരു കൃത്യമായൊരു ഉത്തരം പറയുവാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് സാലറിയെ പറ്റി പറയുമ്പം ഇന്ത്യൻ CA പഠിച്ചൊരു കുട്ടിക്ക് കേരളത്തിൽ ഒരു 60,000-70,000 80,000 വരെ ആ കുട്ടിക്ക് സ്റ്റാർട്ടിംഗ് സാലറി കിട്ടാറുണ്ട്. ACCA പഠിച്ചൊരു കുട്ടിക്ക് ബിറ്റ്വീൻ 50,000 to 70,000 സ്റ്റാർട്ടിംഗ് സാലറി ആ കുട്ടിക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ CMA USA എന്ന് പറയുന്നത് ഒരു 1 ഇയറിൻ്റെ പ്രോഗ്രാമാണ്. ആ കുട്ടിയുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുമ്പോൾ ഒരു 35,000 അല്ലെങ്കിൽ 40,000 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് പ്രൊഫഷണൽ കോഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് സാലറി. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു BCom കഴിഞ്ഞ വിദ്യാർത്ഥി ആദ്യമായിട്ട് പ്ലേസ്ഡ് ആവുന്നത് 20,000 രൂപയ്ക്കാണെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ കൊല്ലം ആ കുട്ടിയുടെ പരമാവധി കൂടാൻ സാധ്യതയുള്ള സാലറി എന്ന് പറയുന്നത് 5,000 രൂപയാണ്. 25,000-ലേക്ക് എത്തുക. ഒരു 5ാമത്തെ വർഷമോ 10ാമത്തെ വർഷമോ നമ്മൾ ഒരു നോർമൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാളുടെ സാലറിയും അയാളുടെ ഒരു പ്രൊമോഷൻ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് വളരെ കുറവായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. പക്ഷേ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞൊരു വിദ്യാർത്ഥി 1ാമത്തെ വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷം എത്തുമ്പോഴേക്കും അയാൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമ്മുടെ തന്നെ പല കുട്ടികളും 70,000 രൂപയ്ക്കൊക്കെ പ്ലേസ്ഡ് ആയ കുട്ടികൾക്ക് 2ാമത്തെ വർഷം ആകുമ്പോഴേക്കും 1 lakh, 1.2 lakh, 1.5 lakh എല്ലാം ഇൻക്രിമെൻ്റ് കിട്ടി ആ ഒരു സാലറിയിലേക്ക് റീച്ച് ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട്. വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ സാലറി ഇതിനേക്കാളും എത്രയോ കൂടുതലാണ്. ക്യുമുലേറ്റീവായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രൊഫഷണൽ കൊമേഴ്സ് മേഖലയിൽ ഒരു കുട്ടിക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ക്യുമുലേറ്റീവ് ഗ്രോത്ത് കമ്പയർ ടു എനി അതർ പ്രൊഫഷൻ ഇറ്റ് ഈസ് വെരി ഹൈ. ലക്ഷ്യയുടെ കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന വിമർശനങ്ങളിലൊന്ന് ലക്ഷ്യ നടത്തുന്ന കോഴ്സുകളുടെ വിപണി മൂല്യത്തെക്കുറിച്ചും അതിൻ്റെ തൊഴിൽ സാധ്യതയെക്കുറിച്ചും ഒക്കെയുള്ള ഓവർ ഹൈപ്പിംഗ് ആണ്. ഇപ്പോൾ 21ാം വയസ്സിൽ ലൈഫ് സെറ്റിലാക്കാം, അല്ലെങ്കിൽ 21ാം വയസ്സിൽ CA ACCA നേടാം തുടങ്ങിയ പല സ്ലോഗനുകളും ഇങ്ങനെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അതായത് കൊമേഴ്സ് എന്ന് പറയുന്നൊരു മേഖല മലയാളിനെ സംബന്ധിച്ച് പുതിയൊരു മേഖലയാണ്. കാരണം 2011 ലക്ഷ്യ തുടങ്ങുന്നത് വരെ കൊമേഴ്സ് എന്ന് പറയുന്നൊരു മേഖലയെ പറ്റി മലയാളികൾക്ക് അത്ര ഒരു അറിവുണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞ 15 വർഷത്തെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു
ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന ലെവലിലേക്ക് കൊമേഴ്സ് ഇൻഡസ്ട്രിയെ ലക്ഷ്യ ബിൽഡ് ചെയ്തെടുത്തത്. കാരണം ഇന്ന് കാണുന്നൊരു ഗ്ലാമറും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട അവയർനെസ്സൊക്കെ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. കാരണം ലോകം മുഴുവൻ കൊമേഴ്സ് ഇൻഡസ്ട്രിക്കൊരു സ്കോപ്പുണ്ട്. അത് കേരളത്തിലും ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമ്മൾ എൻജിനീയറിംഗ് അല്ലെങ്കിൽ MBBS പോലുള്ള കോഴ്സുകളോടുള്ള അധികമായ ആഭിമുഖ്യം കാരണം നമ്മളിത് അറിഞ്ഞിരുന്നില്ല. കൂടുതലായി നമുക്ക് അവയർനെസ് ക്രിയേഷൻ ചെയ്യേണ്ടി വന്നു. ഒരു മാർക്കറ്റിങ്ങിലുപരി, അതായത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ക്യാമ്പയിൻ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ മുന്നോട്ടേക്ക് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പയിൻ്റെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ഇത് നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ്. കാരണം 21 വയസ്സിലൊരു കുട്ടിയുടെ ലൈഫ് സെറ്റാകുകയോ, നിങ്ങളെന്തായി പറയുന്നത്? ഒരു 15 വർഷം പിന്നിലാണ് നമ്മളിപ്പോഴും ഉള്ളത്. കാരണം 21 വയസ്സിലൊരു കുട്ടിയുടെ ലൈഫ് സെറ്റാകുമെന്നുള്ള കാര്യം വിശ്വസിക്കാൻ മലയാളിക്ക് ഇപ്പോഴും പറ്റുന്നില്ലാത്തതിൻ്റെ കാരണം അവർക്ക് അത് കണ്ട് പരിചയമില്ലാത്തത് കൊണ്ടാണ്. അതായത് കുട്ടികൾ പഠിക്കുന്നു, ഗ്രാജുവേഷൻ കഴിയുന്നു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുന്നു, ഒരുപാട് വർഷം കഷ്ടപ്പെടുന്നു, ഒരു 30 വയസ്സായിട്ട് പോലും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആളുകളെ നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു കുട്ടി 21 വയസ്സിൽ ലൈഫ് സെറ്റാവുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വളരെ ജെന്യുവനായ ഒരു ക്വസ്റ്റ്യനാണ് പല ആളുകളുടെ അടുത്തുനിന്ന്. പക്ഷെ നമ്മളവിടെ പറയുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, +2 കഴിഞ്ഞൊരു കുട്ടി 17 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സിൽ +2 കഴിയുന്നു. നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ACCA കോഴ്സ് ആ കുട്ടിക്ക് 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 2 വർഷം എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികളും ഉണ്ട്. 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഗ്ലോബൽ പാസ് പെർസെൻറ്റേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ACCയുടെ പേപ്പറുകൾ 39 മുതൽ 55% വരെയാണ് ഗ്ലോബൽ പാസ് പെർസെൻറ്റേജ്. ലക്ഷ്യയിൽ പാസ് പെർസെൻറ്റേജ് അതിനേക്കാളും കൂടുതലാണ്. അപ്പം നമ്മുടെ കുട്ടികൾ തന്നെ 19 വയസ്സിലും 20 വയസ്സിലും 21 വയസ്സിലും കൊമേഴ്സ് പ്രൊഫഷണലായി നല്ല കമ്പനികളിൽ നല്ല സാലറിയിൽ വർക്ക് ചെയ്യുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. അങ്ങനെയാണ് 21 വയസ്സിൽ ലൈഫ് സെറ്റ് എന്നുള്ളൊരു ക്യാമ്പയിൻ്റെ ആശയം വരുന്നത്. കുട്ടികളുടെ വയസ്സ് 21 വയസ്സിൽ സെറ്റാവുന്നുണ്ട്, അല്ലെങ്കിൽ 21 വയസ്സിൽ അവർക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടുന്നുണ്ട്. ഒരു 25 വയസ്സാകുമ്പോഴേക്കും അല്ലെങ്കിൽ 26 വയസ്സാകുമ്പോഴേക്കും സ്വന്തമായിട്ട് വീട് വെക്കുക, വീട്ടുകാരെ സഹായിക്കുക, അവരുടെ സഹോദരങ്ങളുടെ പഠനം അവർക്ക് നോക്കാൻ പറ്റുന്നുണ്ട്, അവരുടെ സഹോദരങ്ങളുടെ കല്യാണം അവർക്ക് നടത്താൻ പറ്റുന്നുണ്ട്. 30-ആം വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റ് റോളുകളിലേക്ക് വരെ കുട്ടികൾ എത്തുന്നുണ്ട്. ആയിരക്കണക്കിന് കുട്ടികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല കമ്പനികളിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ലക്ഷ്യയുടെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ 21 വയസ്സിൽ അല്ലെങ്കിൽ 20 വയസ്സിൽ ക്വാളിഫൈഡ് ആയ ലൈഫ് സെറ്റിലായ ഒരുപാട് കുട്ടികളുടെ ടെസ്റ്റ് മണി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 21 വയസ്സിൽ ലൈഫ് സെറ്റ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനെതിരെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും അതിൽ ഞാൻ കരുതുന്നത് ജെനുവിൻലി ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ടാണെന്നാണ്. അല്ലാതെ ഓർഗനൈസ്ഡ് ആയിട്ടൊരു ക്യാമ്പയിൻ അതിൻ്റെ പുറകിൽ നടക്കാറുണ്ട്. പിന്നെ റെഗുലേറ്ററി അതോറിറ്റി ഒന്നും ഇതുവരെ ലക്ഷ്യയുടെ ഒരു ക്യാമ്പയിനും പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ക്യാമ്പയിനിൽ എല്ലാ വർഷവും നമ്മൾ ചെറിയ ചെറിയ ഓൾട്ടറേഷൻസ് നടത്താറുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഓൾട്ടറേഷൻ മാത്രമാണ്. അല്ലാതെ ഒരു ക്യാമ്പയിനും ഇതുവരെ നമ്മൾ പിൻവലിച്ചിട്ടില്ല. ഈ CA ACCA ഈ 2 കോഴ്സും ഒന്നാണ് എന്ന മറ്റുള്ളൊരു തെറ്റിദ്ധാരണ ആളുകളുടെ ഇടയിലുണ്ട്. അപ്പം എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഈ 2 കോഴ്സുകളും കഴിഞ്ഞാൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള തൊഴിൽ സാധ്യതകളുടെ കാര്യത്തിൽ എന്താണ് വ്യത്യാസം? ACCAയും CAയും 2 ബോഡികൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എല്ലാ രാജ്യത്തിനും അതാത് രാജ്യത്തിൻ്റെ ബോഡിയുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ ബോഡി. UK നമ്മൾ നോക്കുകയാണെങ്കിൽ UKയിലുള്ളൊരു ബോഡിയാണ് ACCA, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ്. US നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ബോഡിയാണ് CPA. ഇപ്പോൾ ഒരു CPA ഹോൾഡർ CPAയിൽ മെമ്പർഷിപ്പ് ക്യാരി ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെയാണ് ACCAയിലും അതുപോലെ തന്നെയാണ് CAയിലും. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലൊരു സിസ്റ്റം അനുസരിച്ച് ഇന്ത്യയിൽ സ്റ്റാറ്റ്യൂട്ടറി സൈനിങ് പവർ ഉള്ളത് ഇന്ത്യൻ CAക്കാണ്. പക്ഷേ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ഒരു ജോബ് സെഗ്മെൻറ്റ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി സൈനിങ് എന്ന് പറയുന്നത് ഒരു മേഖല മാത്രമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ CA പഠിക്കുന്നൊരു വിദ്യാർത്ഥിയും ACCA പഠിക്കുന്നൊരു വിദ്യാർത്ഥിയും ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പഠിക്കുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്ക് 2 കോഴ്സും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഇപ്പോൾ സബ്ജക്റ്റിലാണെങ്കിലും അവരുടെ ജോബ് പ്രൊഫൈലിലാണെങ്കിലും. അപ്പം രണ്ടും തമ്മിൽ കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ എക്സാം സ്ട്രക്ചറാണ്. ഇപ്പോൾ ഇന്ത്യൻ CAയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് വൈസ് ആയിട്ടാണ് എക്സാം എഴുതുക. ACCAയിലാണെങ്കിൽ ഇൻഡിവിജ്വൽ പേപ്പറായിട്ട് കുട്ടിക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. ഈ 13 പേപ്പറും
ഓരോ ക്വാർട്ടറിലും പരീക്ഷ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പേപ്പറും കുട്ടിക്ക് ഇൻഡിവിജ്വലായിട്ട് എഴുതാം. 4 പേപ്പർ വരെ കുട്ടിക്ക് അറ്റ് എ ടൈം എഴുതാം. ഏതെങ്കിലും ഒരു പേപ്പർ തോറ്റാൽ ആ പേപ്പർ മാത്രം കുട്ടി എഴുതിയാൽ മതി. അതാണ് ACCA പേപ്പർ കൂടുതൽ കുട്ടിക്ക് എളുപ്പമാകുന്നത്, അല്ലെങ്കിൽ ACCA കൂടുതൽ പാസ് പെർസെൻറ്റേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം അതിൻ്റെ എക്സാമിനേഷൻ സിസ്റ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 39 മുതൽ 55% വരെ ACCAയുടെ ഓരോ പേപ്പറിനും ഗ്ലോബൽ പാസ് പെർസെൻറ്റേജ് എന്താവാറുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യപ്പെടാറുണ്ട്. CA നമ്മൾ നോക്കുവാണെങ്കിൽ അത് ഇറ്റ്സ് വേരീസ്. ഒരു 15% ഒക്കെ നമുക്ക് CA ഫൈനലിന് ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ റിസൾട്ട് ഉണ്ടെന്ന് നമുക്ക് പറയാം. അത് ഓരോ വർഷവും വേരി ചെയ്യും. പണ്ടത്തെ പോലെ 3% ഒന്നുമല്ല. ഇപ്പം CA ഫൗണ്ടേഷൻ ആണെങ്കിൽ ഒരു 35% റിസൾട്ട് വരാറുണ്ട്. ഇൻ്റർമീഡിയറ്റിന് ബിറ്റ്വീൻ ഒരു 20-25% റിസൾട്ട് വരാറുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ടഫ്നെസ്സിലാണ് മാറ്റമുള്ളത്. അത് എക്സാമിനേഷൻ സിസ്റ്റം കൊണ്ടാണ്. 2 കോഴ്സും 2 ബോഡി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ്. രണ്ടിൻ്റെയും സാധ്യതകൾ ഏകദേശം ഒരുപോലെയാണ്. ACCA ഒരു ഗ്ലോബൽ ബോഡി ആയതുകൊണ്ട് തന്നെ വിദേശത്തൊക്കെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ACCAക്ക് ഉണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. തൊഴിൽ സാധ്യതകളുള്ള നിരവധി കോഴ്സുകൾ ലക്ഷ്യയിൽ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ കോഴ്സുകളുടെയൊക്കെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്? ഈ ഫീസ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്നതാണോ? ഫീസ് സ്ട്രക്ചർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരനും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ് ലക്ഷ്യയിൽ നമ്മൾ ചാർജ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ 1 വർഷം മുതൽ 4.5 വർഷം വരെ കോഴ്സ് ഡ്യൂറേഷനുള്ള പ്രോഗ്രാമുകൾ ലക്ഷ്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് നോർമൽ മറ്റ് പല കോഴ്സുകളുമായിട്ട് നമുക്കൊരു കമ്പാരിസൺ നടത്താം. ഇപ്പോൾ MBBS ഒരു കുട്ടി ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണെങ്കിൽ ആ കുട്ടി ഒരു മിനിമം ഒരു 50 ലക്ഷം 60 ലക്ഷം രൂപ ആ കുട്ടി 4-5 വർഷത്തെ കോഴ്സിന് സ്പെൻഡ് ചെയ്യാറുണ്ട്. ഒരു തരക്കേടില്ലാത്തൊരു കോളേജിൽ ഒരു കുട്ടി ഒരു MBA പഠിക്കുമ്പോൾ ഒരു 6 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെ ഒരു MBA കോഴ്സിന് ഒരു കുട്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഏതൊരു കോഴ്സ് സെലക്ട് ചെയ്യുവാണെങ്കിലും അപ്രോക്സിമേറ്റ്ലി ഒരു 6 to 15 lakh കുട്ടികൾ കോഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ലക്ഷ്യയിൽ നമ്മുടെ ഇന്ത്യൻ പ്രൊഫഷണൽ കോഴ്സുകൾ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ മുതൽ 2.5-3 ലക്ഷം രൂപ വരെയാണ് ഒരു ഇന്ത്യൻ പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കുട്ടി സ്പെൻഡ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട്. എക്സാമിനേഷൻ ഫീയും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫീസ്, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ ഫീസൊക്കെ ഇന്ത്യൻ റുപ്പിയിലായത് കാരണം അത് കുറവാണ്. ഇൻ്റർനാഷണൽ പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരുമ്പം ലക്ഷ്യയുടെ ഫീസ് ഒരു 3 വർഷത്തെ കോഴ്സിന് ഒരു 3 lakh to 3,50,000 വരെയൊക്കെയാണ് ലക്ഷ്യയുടെ ട്യൂഷൻ ഫീസായിട്ട് വരാറ്. പിന്നെ ACCAയുടെ എക്സാമിനേഷൻ ഫീ വരും. അതുകൂടാതെ യൂണിവേഴ്സിറ്റി ഫീസ് വരും. അപ്പോൾ കുട്ടികൾക്കൊരു 3 മുതൽ ഒരു 6 ലക്ഷം രൂപ വരെയൊക്കെയാണ് ടോട്ടലി ഏതൊരു കോഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഇൻ്റർനാഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരിക. ഇപ്പോൾ CMA USA പോലുള്ള പ്രോഗ്രാമുണ്ട്. അതിനൊക്കെ ഒരു 90,000 1 lakh rupees നമ്മൾ ഫീസ് ചാർജ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റീസ്, അതായത് ലക്ഷ്യയുടെ ക്യാമ്പസുകൾ എന്ന് പറയുന്നത് ഏതൊരു വിദേശ സർവകലാശാലയുടെ ക്യാമ്പസുമായിട്ടും കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവർക്ക് കൊടുക്കുന്ന ക്ലാസ്സിൻ്റെ ക്വാളിറ്റി, അവർക്ക് കൊടുക്കുന്ന വാല്യൂ അഡീഷനൊക്കെ നമ്മൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന ഫീസ് അഫോർഡബിൾ ആണ്. മാത്രമല്ല കുട്ടികൾക്ക് ഒരു പലിശരഹിത വായ്പാ ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് EMI ആയിട്ട് പല സ്ഥാപനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ലോണുകൾ കിട്ടുന്നുണ്ട്. ആ ലോണുകൾ അവർക്ക് വളരെ കംഫർട്ടബിളായിട്ട് EMI ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അടച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വേറെ ഏത് മേഖലയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിലും കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളുടെ ഫീസ് വളരെ കുറവാണ്, അത് അഫോർഡബിൾ ആണ്. ഏതൊരു സാധാരണക്കാരനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസ് സ്ട്രക്ചറാണ്. നമ്മൾ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ആശങ്കകളിലൊന്ന് അധ്യാപകരുടെ ഗുണനിലവാരമാണ്. ഇപ്പോൾ ലക്ഷ്യയിലെ അധ്യാപകരുടെയും കോഴ്സ് മെറ്റീരിയലുകളുടെയും ഒക്കെ ഗുണനിലവാരം എത്രത്തോളമുണ്ട്? അതുപോലെ ലക്ഷ്യയിലെ കോഴ്സുകളുടെ അഫിലിയേഷൻ എങ്ങനെയാണ്? ലക്ഷ്യയിൽ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരും ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരാണ്. ഇപ്പോൾ CA പഠിപ്പിക്കുന്ന മെജോറിറ്റി ആൾക്കാരും CA ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ACCA ആണെങ്കിൽ ACCA ക്വാളിഫൈഡ് ആയിട്ടുള്ള അഫിലിയേറ്റ്സ് ആണ് ACCAയിൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ അധ്യാപകരുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിലേറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഫാക്ടർ. കാരണം ഈ കോഴ്സ് ക്വാളിഫൈ ചെയ്ത് വരുന്ന ഒരാൾ, അയാൾ ആ കോഴ്സിൽ മാസ്റ്റർ ആയിരിക്കും, പക്ഷെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു ട്രെയിനിങ്, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ലക്ഷ്യം എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലക്ഷ്യയുടെ ഫാക്കൽറ്റി ട്രെയിനിങ് അക്കാദമിയിലൂടെ നമ്മുടെ ഫാക്കൽറ്റി എല്ലാം ട്രെയിൻ ചെയ്ത് സർട്ടിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മളവരെ ക്ലാസ്സുകളിലേക്ക് അയക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സിൻ്റെ ക്വാളിറ്റി, കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൂടാതെ തന്നെ സ്റ്റുഡൻറ്റ് ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്, ഫാക്കൽറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യാനുള്ളൊരു സിസ്റ്റം
ഇന്ന് ലക്ഷ്യക്കുണ്ട്. ഇനി മെറ്റീരിയലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതായത് ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയലുകളല്ലാതെ തന്നെ ലക്ഷ്യയുടെ അക്കാദമിക് റിസർച്ച് ടീം, അക്കാദമിക്സ് ടീം ഡെവലപ്പ് ചെയ്ത മെറ്റീരിയലുകളാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ്ലി പ്രോപ്പർലി റിസർച്ച് ചെയ്ത് അനലൈസ് ചെയ്ത് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിട്ടാണ് മെറ്റീരിയലുകൾക്ക് കുട്ടികൾക്ക് കൊടുക്കാറ്. ഇതിൻ്റെ ക്വാളിറ്റി 100% ലക്ഷ്യയുടെ ഭാഗത്തുനിന്ന് അഷുർ ചെയ്യാറുണ്ട്. ലക്ഷ്യ ACCയുടെ അപ്രൂവ്ഡ് ലേണിംഗ് പാർട്ട്ണറാണ്. 6 ക്യാമ്പസുകളും ലക്ഷ്യയുടെ കേരളത്തിലുള്ള 6 ക്യാമ്പസുകളും പ്ലാറ്റിനം കാറ്റഗറിയിലുള്ള ക്യാമ്പസുകളാണ്. ഈ പ്ലാറ്റിനം ക്യാമ്പസുകളാകണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്ലോബൽ പാസ് പെർസെൻറ്റേജിന് മുകളിൽ നമ്മൾ റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത്ര കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമായിട്ടും വർഷങ്ങളായി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്ലോബൽ പാസ് പെർസെൻറ്റേജിൻ്റെ മുകളിൽ റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് പ്ലാറ്റിനം സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ ലക്ഷ്യയിൽ വന്ന് കുട്ടികൾ പഠിക്കുക, അവരെ പരീക്ഷകൾ എഴുതുക, ആ കോഴ്സ് പൂർത്തിയാവുക, സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക എന്നതിൽ ഉപരിയായിട്ട് അവരുടെ പ്രൊഫഷണൽ ലൈഫ് സെറ്റിൽ ആവാൻ വേണ്ടി ലക്ഷ്യം എന്താണ് ചെയ്യുന്നത്? ലക്ഷ്യയുടെ മിഷൻ തന്നെ ടു ട്രാൻസ്ഫോം ലൈഫ് ത്രൂ ക്വാളിറ്റി, അഫോർഡബിൾ ആൻഡ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഒരു കുട്ടി പാസ്സാകുക എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല ലക്ഷ്യ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ഇവരെ ഫിനാൻസ് പ്രൊഫഷണൽസ് ആക്കിയിട്ടാണ് നമ്മൾ ഇവരെ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ ഇവരൊരു വാല്യൂ ബേസ്ഡ് ഫിനാൻസ് പ്രൊഫഷണൽ ആവുക എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ് ലക്ഷ്യയ്ക്ക്. അപ്പോൾ ഒരു കുട്ടിയെ എൻറോൾ ചെയ്ത് ആ കുട്ടി പരീക്ഷ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നിടത്ത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി തീരുന്നില്ല. നമ്മൾ ആ കുട്ടീനെ പ്രോപ്പർലി നല്ലൊരു കമ്പനിയിൽ പ്ലേസ്ഡ് ആക്കുകയും അതിനുശേഷം ആ കുട്ടിയുമായിട്ട് നിരന്തരമായിട്ട് കമ്മ്യൂണിക്കേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുമുണ്ട്. ഇപ്പോൾ ലക്ഷ്യയുടെ ഒരു അലുമിനി കണക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ലക്ഷ്യൻസ് എന്നുള്ളൊരു ഓർഗനൈസേഷൻ, ഒരു സ്റ്റുഡൻറ്റ് അലുമിനി ഓർഗനൈസേഷനും കറൻ്റ്ലി പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു ഓർഗനൈസേഷനും നമുക്കുണ്ട്. ആ ഓർഗനൈസേഷനിലൂടെയാണ് ഈ ആക്ടിവിറ്റീസ് എല്ലാം ആക്ച്വലി നടക്കുന്നത്. ഈ പഠിച്ചിറങ്ങി പാസ്സായിപ്പോയ കുട്ടികൾ തന്നെ ഒരുപാട് കുട്ടികളെ അവരുടെ കമ്പനിയിലേക്കും മറ്റ് കമ്പനിയിലേക്കും അവർ റെഫർ ചെയ്യാറുണ്ട്. അവർക്ക് പിന്നീട് അങ്ങോട്ടേക്ക് എന്തെങ്കിലും ജോലി മാറണമെങ്കിലോ കോഴ്സുകൾ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യണമെങ്കിലോ അങ്ങനെയുള്ള എല്ലാ സഹായങ്ങളും ലക്ഷ്യയുടെ ഭാഗത്തുനിന്ന് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. വൺസ് ഒരു കമ്പനിയിൽ അവർക്ക് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ, അവർക്ക് അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ, കൊമേഴ്സ് മേഖലയിൽ നമ്മൾ കണ്ടുവരുന്നത് പിന്നെ അവരങ്ങോട്ടേക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് അവർ അങ്ങ് സെറ്റിലായിട്ട് അങ്ങ് മാറാറാണ് പതിവ്. ലക്ഷ്യയെപ്പോലെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പലപ്പോഴും മാർക്കറ്റിങ്ങിൽ വളരെ അഗ്രസീവായിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തേണ്ടി വരും. അപ്പം ഇങ്ങനെയുള്ള ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ ഉള്ളൊരു പ്രധാന പ്രശ്നം ഇത് സോഷ്യൽ മീഡിയയിൽ ഓഡിറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഓഡിറ്റുകളോട് ലക്ഷ്യം എങ്ങനെ പ്രതികരിക്കുന്നു? നമ്മളിന്ന് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വളരെ പെട്ടെന്ന് വളർന്നു വന്നൊരു എഡ്യൂക്കേഷണൽ ബ്രാൻഡാണ് ലക്ഷ്യ. വളരെ പെട്ടെന്ന് ഞാൻ പറയുമ്പം 15 വർഷത്തെ കാലയളവിൽ മറ്റ് ഏത് എഡ്യൂക്കേഷണൽ ബ്രാൻഡുകളെക്കാൾ ഒരു ഗ്രോത്ത് ലക്ഷ്യ നേടിയിട്ടുണ്ട്. അത് ഒരുപാട് ആളുകളെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഓർഗനൈസ്ഡ് ക്യാമ്പയിനുകൾ, അതായത് ഹെയ്റ്റ് ക്യാമ്പയിനുകൾ ലക്ഷ്യക്കെതിരെ പലപ്പോഴും വരാറുണ്ട്. നമ്മുടെ ഒരു പോളിസി എന്താണെന്ന് പറഞ്ഞാൽ സത്യത്തെ സത്യമായി കാണുകയും അസത്യത്തെ അസത്യമായി കാണുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വരുന്ന പല ആരോപണങ്ങളും നമ്മളതിനെ പലപ്പോഴും വളരെ കൃത്യമായി പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ഏരിയയിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഒരു ബ്രാൻഡ് ഗ്രോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഗ്രോ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഹെയ്റ്റ് ക്യാമ്പയിനുകൾ ഉണ്ടാവും. അതിനെതിരെ ഒരുപാട് ഓർഗനൈസ്ഡ് മറ്റ് ക്യാമ്പയിനുകളും നടക്കാറുണ്ട്. നമ്മളതൊക്കെ നിയമപരമായിട്ട് നേരിടും, ഇഗ്നോർ ചെയ്യേണ്ടതിനെ ഇഗ്നോർ ചെയ്യും. ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മളിന്ന് നോക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിനുകളിൽ തകർന്നു പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടും സ്റ്റേബിളായിട്ട് നിൽക്കുകയും കണ്ടിന്യൂസ് ആയിട്ട് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളിതിൽ സ്വീകരിക്കുന്ന ഒരു നിലപാട്. കാരണം അതിനുദാഹരണമാണ് കഴിഞ്ഞ 15 വർഷമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ലക്ഷ്യയിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഒരു 350 മുകളിൽ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ റാങ്കുകൾ ലക്ഷ്യ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 37,000-ഓളം കുട്ടികൾ റെഗുലറായിട്ട് ഇന്ന് ലക്ഷ്യയിൽ പഠിക്കുന്നുണ്ട്. ലക്ഷ്യയിൽ വരുന്ന അഡ്മിഷൻ്റെ മെജോറിറ്റി അഡ്മിഷനും നമുക്ക് കിട്ടുന്നത് സ്റ്റുഡൻറ്റ് റെഫറൻസിൽ നിന്നാണ്. ഇതിനുള്ളൊരു ഉത്തരമാണ് ലക്ഷ്യയിൽ പഠിച്ചിറങ്ങി ക്വാളിഫൈഡ് ആയിട്ട് ലോകത്തിൻ്റെ പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന 10,000-കണക്കിനുള്ള കുട്ടികൾ. അപ്പോൾ ഹെയ്റ്റ് ക്യാമ്പയിന് നമ്മൾ അത്ര വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. മെജോറിറ്റി ക്യാമ്പയിനുകളും നമ്മൾ ഇഗ്നോർ ചെയ്യാറാണ് പതിവ്. ഇപ്പോൾ ലക്ഷ്യ പോലെ സ്ഥാപനത്തിൽ നിന്ന് കൊമേഴ്സ് രംഗത്ത് കാര്യമായിട്ടുള്ള കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന ഒരുപാട് ട്രെയിൻഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ഇപ്പം കഴിഞ്ഞ 15 വർഷം കൊണ്ട് ബിൽഡപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ.
അപ്പോൾ ഈ ഒരു വർക്ക് ഫോഴ്സ് എങ്ങനെയാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് കരുതുന്നു? ഇവിടെയാണ് ലക്ഷ്യ മറ്റുള്ള എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. കാരണം നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ വേകേണ്ട ഒരു വിഭാഗമാണ് കൊമേഴ്സ് പ്രൊഫഷണൽസ്. നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പല ബിസിനസ്സുകളും നല്ല രീതിയിൽ നടക്കാറുണ്ട്. ഒരുപാട് ബിസിനസ്സുകൾ നഷ്ടം വന്ന് പൂട്ടിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ പൂട്ടിപ്പോകുന്ന ബിസിനസ്സുകൾ നമ്മളെടുത്ത് പരിശോധിക്കുവാണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ്, മെജോറിറ്റി ബിസിനസ്സുകളും പ്രൊഡക്റ്റ് കൊള്ളാത്തത് കൊണ്ടോ അവരുടെ സർവീസ് മോശമായതുകൊണ്ടൊന്നുമല്ല അവർ നിർത്തിപ്പോകുന്നത്. പലപ്പോഴും അവർക്ക് അവരുടെ സാമ്പത്തികം പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ അവരുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പല ബിസിനസ്സുകൾക്കും നിർത്തേണ്ടി വരുന്നത്. കാരണം ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ച് അയാളൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു പ്രോപ്പർ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിലേ അവരുടെ ക്യാഷ് ഫ്ലോ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ ബഡ്ജറ്റിങ് പ്രോപ്പറായിട്ട് നടത്താൻ പറ്റുള്ളൂ, ഫണ്ട് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനൊരു BCom കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു MCom കഴിഞ്ഞ ഒരാളെ കൊണ്ട് ഒരു വലിയ കമ്പനിയെ അല്ലെങ്കിൽ ഒരു ഇടത്തരം കമ്പനി ആണെങ്കിലും അത് മാനേജ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ബിസിനസ് നീഡ് ഫിനാൻസ് പ്രൊഫഷണൽസ്. നമ്മുടെ രാജ്യം റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് ടാക്സ് ആണ്. ഈ ടാക്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? കമ്പനികളിൽ നിന്നും ഇൻഡിവിജ്വൽസിൽ നിന്നുമാണ് നമ്മുടെ രാജ്യം പല രീതിയിൽ ടാക്സ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിനാൻസ് പ്രൊഫഷണൽസ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫഷണൽസ്, ഇപ്പോൾ ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ അടുത്തേക്ക് മിനിമം ഒരു 200 ഫയൽ എത്തുവാണെങ്കിൽ അത് 200 ബിസിനസ്സുകളാണ്. ഈ 200 ബിസിനസ്സുകളെയും ഫൈൻ ട്യൂൺ ചെയ്യാനും അവരെ ഒരു ഫിനാൻസ് ഗ്രോത്തിലേക്ക് നയിക്കാനും ഈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനോ അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യുന്ന കൺസൾട്ടൻസിനോ പറ്റും. അതുമൂലം ബിസിനസ്സുകൾ കൂടുതലായിട്ട് രക്ഷപ്പെടും, പുതിയ തൊഴിലവസരങ്ങളുണ്ടാവും, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരും, പ്രോപ്പർലി ടാക്സ് അടയ്ക്കാൻ വേണ്ടി ഫിനാൻസ് പ്രൊഫഷണൽസ് ഇവരെ പ്രോപ്പറായിട്ട് അഡ്വൈസ് ചെയ്യും. അപ്പം വി ആർ ആക്ച്വലി ഡയറക്ട്ലി കോൺട്രിബ്യൂട്ടിങ് ടു ദ നാഷണൽ ഡെവലപ്മെൻറ്റ്. കാരണം ഇന്ത്യയുടെ ഒരു എക്കോണമിയിലേക്ക് ലക്ഷ്യം ചെയ്യുന്ന സംഭാവന വളരെ വലുതാണ്. ഇതിൻ്റെ ഒരു ഡെപ്ത് വളരെ കൂടുതലാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആക്ച്വലി വളരെ ഹമ്പിളായിട്ടുള്ളൊരു ബിഗിനിങ് ആണ് ഓർവെലിനുള്ളത്. വയനാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഇത്രയും വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം കെട്ടിപ്പടുക്കാൻ ഓർവെലുണ്ടായിട്ടുള്ള പ്രചോദനം എന്താണ്? ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം കൊച്ചിയിലേക്ക് വരികയും ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അപ്പം ഒരു അത്ര പ്ലാൻഡ് ആയിട്ടൊന്നുമല്ല ഒരു കൊമേഴ്സ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എത്തിയത്. അതങ്ങനെ സംഭവിക്കുകയായിരുന്നു. ഈ കൊമേഴ്സ് എന്ന് പറയുന്ന മേഖലയെ പറ്റി ഞാൻ കൂടുതൽ പഠിച്ചതും അറിഞ്ഞതും കൊമേഴ്സ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. ഒരു സാധാരണ ചെറിയൊരു കോച്ചിങ് സെൻ്ററായിട്ടാണ് തുടങ്ങിയത്. ആ സമയത്ത് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് പ്രോപ്പർലി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും തന്നെ കേരളത്തിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഇന്ത്യൻ സിക്ക് പോകുന്നുള്ളൂ, അല്ലെങ്കിൽ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ചൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? കാരണം 2 കാരണങ്ങളാണ് മനസ്സിലായത്. ഒന്ന്, അവയർനെസ് വളരെ കുറവാണ്. 2, പാസ് പെർസെൻറ്റേജ് വളരെ കുറവാണെന്നുള്ളൊരു മിത്ത്. പാസ് പെർസെൻറ്റേജ് ആ സമയത്ത് കുറവായിരുന്നു, പക്ഷേ ഒട്ടും പാസ് പെർസെൻറ്റേജ് ഇല്ല, അല്ലെങ്കിൽ പോകുന്ന കുട്ടികളൊന്നും പാസ്സാകുന്നില്ല എന്നുള്ളൊരു മിത്ത് ഈ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റിലുണ്ടായിരുന്നു. അപ്പം ഞാൻ വളരെ ഹമ്പിളായിട്ട് തുടങ്ങുകയും 2 കുട്ടികൾ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇനീഷ്യലി മുതൽ തന്നെ അവയർനെസ് ബിൽഡിങ്ങിന് വളരെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. അതായത് സ്കൂളുകളെല്ലാം കയറി ഇറങ്ങി കൊമേഴ്സ് ഇൻഡസ്ട്രിയെ പറ്റിയും കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളെ പറ്റിയും അവയർനെസ് ബിൽഡ് ചെയ്ത് പാരൻസുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലൊക്കെ അവരുമായിട്ടും ഇൻട്രാക്ട് ചെയ്ത് അങ്ങനെ ഗ്രാജുവലിയാണ് ലക്ഷ്യ ഇന്ന് കാണുന്നൊരു സിറ്റുവേഷനിലേക്ക് ഗ്രോ ചെയ്തത്. ഓരോ ഘട്ടം കഴിയുമ്പോഴും സ്ഥാപനം കൂടുതൽ പ്രൊഫഷണലായി വളർന്നു, നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1500 പേരടങ്ങുന്ന വലിയൊരു ടീമായി ഇന്ന് ലക്ഷ്യം മാറി. ഓരോ വർഷത്തിലും അതാത് വർഷത്തേക്കാൾ കൂടുതൽ മെച്ചപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഓരോ വർഷവും നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ കൃത്യമായ രീതിയിൽ നമുക്കത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ഒരു 10 വർഷത്തിനപ്പുറം ലക്ഷ്യ ഏത് തലത്തിലേക്ക് വളരുമെന്നാണ് ഓർവെൽ പ്രതീക്ഷിക്കുന്നത്? ലക്ഷ്യയുടെ ഒരു എക്സ്പാൻഷൻ പ്ലാൻ എന്താണ്? ആഗോള സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടി ലക്ഷ്യം എന്തൊക്കെയാണ് ചെയ്യുന്നത്? 15 വർഷമായി നമ്മൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പാൻ ഇന്ത്യയിലേക്ക് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. അതായത് ഒരു 100ഓളം ക്യാമ്പസുകൾ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ പല നഗരങ്ങളിലും തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളൊരു വളരെ ക്ലാരിറ്റിയുള്ള നമ്മുടെ മുമ്പിലുള്ളൊരു പ്ലാൻ. അതുകൂടാതെ ലക്ഷ്യം ഒരു സർവകലാശാലയായി മാറുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്രീമാണ്. അതിനുവേണ്ടി നമ്മൾ കണ്ടിന്യൂസ്ലി എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ ആഫ്രിക്കൻ കൺട്രിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യുക,
മിഡിൽ ഈസ്റ്റിലേക്ക് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അടുത്ത 10 വർഷത്തെ പ്ലാനിലുള്ളൊരു കാര്യമാണ്. അതിൻ്റെ റിസർച്ചുകളെല്ലാം നമ്മൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റിൽ നമ്മളിപ്പം ഓൺലൈൻ കംപ്ലീറ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആഫ്രിക്കയിൽ നമ്മൾ ഓൺലൈൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ ക്യാമ്പസുകൾ അങ്ങോട്ടേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്ലാനാണ്. 10 വർഷം കഴിയുമ്പോഴേക്കും ഇന്ന് നമ്മൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ എന്ന് പറയുന്നത് ഒരു വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറുക എന്നുള്ളതാണ് ലക്ഷ്യയുടെ ലക്ഷ്യം. ഇറ്റ് വാസ് എ പ്ലഷർ ഹാവിങ് യു. താങ്ക് യു. ആൻഡ് താങ്ക് യു സോ മച്ച്.